പിതൃമോക്ഷ പുണ്യം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടത്തി. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്ന് മഹാദേവ ക്ഷേത്രം, ആനിക്കാട് തിരുവുംപ്ലാവിൽ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ചടങ്ങുകൾ നടന്നത്. മോക്ഷമന്ത്രങ്ങൾ ഉരുവിട്ട് എള്ളും പൂവും അരിയും പിതൃക്കൾക്കായി സമർപ്പിച്ച് ക്ഷേത്ര സന്നിധികളിലെ തീർത്ഥഘട്ടങ്ങളിൽ ആയിരങ്ങളാണ് പിതൃതർപ്പണം നടത്തിയത്. കർക്കടക മാസത്തിലെ അമാവാസിയിൽ പൂർവികർക്ക് ബലിതർപ്പണം നടത്താൻ രാവിലെ മുതൽ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് പ്രധാന ക്ഷേത്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. ശക്തമായ മഴ കർക്കടകവാവ് ബലിയെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിലും കിഴക്കൻ മേഖലയിൽ ഇന്നലെ മഴ മാറി നിന്നു. പുഴയും ശാന്തമായിരുന്നു. ആനിക്കാട് തിരുവുംപ്ലാവ് ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒരേ സമയം 500 പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തോട് ചേർന്നുള്ള തീർത്ഥത്തിൽ ഒരുക്കിയിരുന്നത്. പുലർച്ചെ 4 മണിയോടെ തന്നെ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ബലിയിടൽ ചടങ്ങുകൾക്ക് നാരായണൻ ഇളയത് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രത്തിൽ തിലഹവനം, സായുജ്യപൂജ, പിതൃശുദ്ധിക്രിയകൾ എന്നിവയും നടന്നു. ശ്രീകുമാര ഭജന ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മുതൽ പിതൃതർപ്പണം ആരംഭിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി കാർമ്മികത്വം വഹിച്ചു. തിലഹവനം, സായുജ്യപൂജ എന്നിവയും ക്ഷേത്രത്തിൽ നടന്നു. വെള്ളൂർക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിലും നൂറുകണക്കിന് വിശ്വാസികൾ ബലിതർപ്പണം നടത്താനെത്തി. ക്ഷേത്രക്കടവിലും ക്ഷേത്രം ഓഡിറ്റോറിയത്തിന് സമീപത്തുമാണ് ബലിത്തറകൾ ഒരുക്കിയിരുന്നത്. പ്രത്യേക പൂജകളും ഇതോടനുബന്ധിച്ച് നടന്നു. തോട്ടക്കര മഹാദേവ ക്ഷേത്രം, ശിവൻകുന്ന് മഹാദേവ ക്ഷേത്രം, രണ്ടാർക്കര ശിവക്ഷേത്രം, മുടവൂർ ചാക്കുന്നത്ത് മഹാദേവ ക്ഷേത്രം, കടാതി അരുളിമംഗലം ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകളിലും വിശേഷാൽ പൂജകളിലും നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.